ദൈവനാമത്തിന് സ്തോത്രമുണ്ടാവട്ടെ. അനുനയനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തെ അധിഷ്ഠിതമാക്കിയുള്ള ദൈവവചന ചിന്തകളായിരുന്നു നാം കേട്ടത്. എഫേസോസ് സഭയുടെ ദൂതന് എഴുതുന്ന ദൂത് സഭയെ വളരെ സവിസ്തരമായിട്ട് ചിന്തിക്കുവാൻ സാധിച്ചു. വെളിപ്പാട് പുസ്തക പഠനം എല്ലാ കാലത്തും പ്രേക്ഷക മനസ്സുകളിൽ വലിയ ഉണർവും അഗ്നിയും കോരിയിട്ടിട്ടുണ്ട്. എന്നാൽ തനതായ ഒരു ശൈലിയിൽ ഇന്ന് വരെ നാം കേട്ടിട്ടോ സങ്കല്പിച്ചിട്ടോ ഉള്ളതിൽ നിന്നും വ്യതിരിക്തമായ പാതയിൽ കർത്താവിൻ്റെ വചനത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന അമൂല്യനിധികളാകുന്ന ചില കാര്യങ്ങൾ ഇന്നിൻ്റെ ആവശ്യം കൂടിയാണ് വെളിപ്പാട് പുസ്തക പഠനം. പ്രത്യുത 7 സഭകളുടെയും 7 കാലഘട്ടങ്ങളുടെയും പഠനം നമ്മെയും തിരുവെഴുത്തിനെയും തമ്മിൽ ഒന്നുകൂടെ ശോധന കഴിക്കുന്നതിനും കർത്താവിൻ്റെ വരവെങ്കിൽ സംശുദ്ധരായിട്ട് കടന്നു പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണോ ചിട്ടയോടുകൂടിയുള്ള ആത്മീയ പ്രയാണം നാം നയിക്കുന്നത് എന്ന് വിലയിരുത്തുവാനും കണ്ടെത്തുവാനും കഴിയും. അതാണ് ഈ വേദഭാഗങ്ങളെ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുവാനായി തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലെ ഏക ഉദ്ദേശം. എഫേസോസ് പട്ടണം പുരാതന കാലത്തെ ഒരു മെട്രോ നഗരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഏഷ്യ മൈനറിലെ റോമൻ പ്രവിശ്യയായിരുന്ന ഈ എഫേസോസ് എന്ന പട്ടണത്തിന് വളരെ പദവികൾ റോമക്കാർ കൊടുത്തിരുന്നു. വലിയ സന്നാഹങ്ങളോടെ ഒരു വലിയ നഗരത്തിൻ്റെ പകിട്ടും ആഡംബരവും ഉള്ളതാക്കുന്ന എഫേസോസിൽ നിന്നുമാണ് മറ്റ് ഇതര സ്ഥലങ്ങളിലേക്ക് ഒരു റോമൻ ഒഫീഷ്യൽ കടന്നു വരികയും കടന്നു പോവുകയും ചെയ്യാറുള്ളൂ. ഏതാണ്ട് അതേ പാറ്റേൺ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. 3 പ്രധാനപ്പെട്ട നദികൾ മയൻഡർ, സെയിസ്റ്റസ്, ഹെർമേസ് എന്നീ 3 നദികൾ ഏഷ്യ മൈനറിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിൽ സെയിസ്റ്റർ നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന സുപ്രധാന തുറമുഖമായിരുന്നു ഈ എഫേസോസ് പട്ടണം. എഫേസോസ് പട്ടണത്തിൻ്റെ പ്രൗഢി, അവിടുത്തെ വ്യാപാര ശൃംഖലകൾ, അവിടെ എന്തും ഏതും അവശ്യ വസ്തുക്കൾ ലഭ്യമാകുന്ന ലഭ്യത, ഇവയെല്ലാം ഒരു പക്ഷേ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാബിലോൺ നഗരത്തിൻ്റെ പ്രൗഢിയും അവിടുത്തെ മെർച്ചൻഡൈസും വ്യക്തമാക്കുമ്പോൾ ഒരു പക്ഷേ യോഹന്നാന്റെ മനോമുഖരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നിരിക്കണം. അത്ര സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉള്ളതായ ഒരു വ്യാപാര നഗരമായിരുന്നു എഫേസസ്. എഫേസോസ് പട്ടണത്തിലെ സഭയുടെ സ്ഥാപനം വളരെ വിഖ്യാതമാണ്. അപ്പോസ്തലനായ പൗലോസും മറ്റും ഏതാണ്ട് 3 വർഷത്തോളം ആ പട്ടണത്തിൽ താമസിച്ച് സുവിശേഷം പ്രഖ്യാപിക്കുന്നു. ആദ്യമായി പട്ടണത്തിലെത്തി ചില ആളുകളോടോ ചെറിയ ഗ്രൂപ്പുകളോടോ സുവിശേഷം പങ്കുവച്ചിട്ടുണ്ടാവാം. അവരുടെ പ്രതികരണത്തിൽ നിന്നും ആയിരിക്കണം പട്ടണത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ക്രിസ്ത്യാനിത്വത്തെ പറ്റിയുള്ളതായിരിക്കുന്ന കഥകൾ തിരിച്ചറിയുന്നതും പൗലോസിനെയും മറ്റും പട്ടണമേനവന്റെ അരികിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഘോരമായ അവസ്ഥ ഉണ്ടാവുന്നതും. പട്ടണമാകപ്പാടെ ഒരു വല്ലാത്ത കലഹത്തിൽ ഏർപ്പെട്ടു. എന്ത് നിമിത്തമാണെന്നറിയാമോ? പൗലൂസിന്റെ സുവിശേഷ പ്രസംഗം നിമിത്തമായിട്ട് പട്ടണത്തിലുള്ള ചില ആൾക്കാർ അർത്തമീസ് ദേവിയുടെ ആരാധനയിൽ നിന്നും പിന്മാറുന്നതായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ദെമിത്രിയോസ് എന്ന ചെമ്പുപണിക്കാരനായ മനുഷ്യനും കൂടെയുള്ള ആൾക്കാർക്കും മനസ്സിലായി. അവർ വ്യാപാരികളാണ്, സ്വന്തമായിട്ട് ഈ ബിംബങ്ങളെ ഉണ്ടാക്കുന്നവരാണ്. ബോധ്യപ്പെട്ട കാര്യം സത്യമാണെന്ന് മനസ്സിലായതോടുകൂടെ പൗലൂസിനെ മറ്റും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ആഴ്ച അതിനെ തുടർന്നുള്ളതായ സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതിയിരിക്കുന്ന ദൂതാണ് നാം ഒരുമിച്ച് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠനങ്ങളെ സംബന്ധിച്ച്, വിശിഷ്യ വെളിപ്പാട് പുസ്തക പഠന ധ്യാനങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നാലും ചോദിക്കുവാൻ, ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ വിവരണങ്ങൾ സന്തോഷദായകമാണ്. മേലാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് തുടങ്ങുന്ന ഭാഗങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഭാഗം എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വചനങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു.
10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അത്ഭുതാവഹമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. പ്രിയരെ, നമ്മുടെ ഓട്ടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ആകെ കൂടിയുള്ള പ്രതിഫലം ലഭിക്കാൻ പോകുന്ന, നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യപരദീസയും നമുക്ക് ലഭിക്കാൻ പോകുന്ന ജീവകിരീടവുമാണ്. അതേ ഉദ്ധരണി തന്നെ സ്മിർനയിലെ സഭയ്ക്ക് കർത്താവ് അരുളി ചെയ്യുകയാണ്. നിങ്ങൾ സഹിക്കാനുള്ളത് ഓർത്ത് പേടിക്കണ്ട. നിങ്ങളിൽ ചിലരെ സാത്താൻ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങളിൽ ചിലർക്ക് കഠിനമായ പരീക്ഷയുണ്ടാകും. എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം ഞാൻ നിനക്ക് തരും. സ്മിർനയിലെ സഭ വളരെ ശ്രദ്ധേയമാണ്. 8-ാം വാക്യത്തിൽ തന്നെ ആ സഭയോടുള്ള ദൂത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. കുഞ്ഞേ, ഒരുപക്ഷെ എന്നെ ആരും അറിയുന്നില്ലെന്നോ, എൻ്റെ അവസ്ഥയെ ആരും ചിന്തിക്കുന്നില്ലെന്നോ നീ വേവലാതിപ്പെടുന്നവനായിരിക്കാം. ഈ വചനം ഇതപര്യന്തം കേൾക്കാതിരിക്കരുത്. ശ്രദ്ധയോടെ ഇരിക്കുക. ആ വിഹ്വലതയ്ക്ക് മറുപടിയുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചസ്സുകളിലൂടെ അരുളി ചെയ്യുകയാണ്. നിന്റെ കഷ്ടത, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. നാം വേദനിക്കപ്പെടുമ്പോൾ നാം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കടന്നു വരുന്നില്ലായിരിക്കാം. നമ്മെ ആദരിക്കണമെന്ന് താല്പര്യമുള്ളവരെ കണ്ടുകിട്ടാനില്ലായിരിക്കാം. സഹായം തേടി ചെല്ലുമ്പോൾ വാതിൽ കൊട്ടി അടയ്ക്കുന്നുണ്ടാവാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, നന്നായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ അറിയുന്ന കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. ഞാൻ നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും അറിയുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് നേട്ടമൊന്നുമില്ല, ഞാൻ ആരുമല്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുക ഒരു യാഥാർത്ഥ്യം: നീ യഥാർത്ഥത്തിൽ ധനവാനാണ്. ഭൗമിക ലോകത്തിൻ്റെ തിളപ്പോ അതിൻ്റെ പുളപ്പോ അതിൻ്റെ ആഡംബരമോ അതിലെ സ്ഥാനമാനങ്ങളോ നിനക്കന്യം നിൽക്കാം. പക്ഷേ നിന്റെ ഉള്ളിൽ പകരപ്പെട്ട ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തു ദർശനം, ക്രിസ്തുവിലുള്ള ആശ്രയം, അതിനെ നോക്കി കർത്താവിന് പറയാനുണ്ട്: ഞാൻ അറിയുന്നുണ്ട്, യാഥാർത്ഥ്യം ഇതാണ്, നീ സമ്പന്നന, ദൈവവിഷയമായി നീ സമ്പന്നന. ഇതിൽ കൂടുതൽ എന്തോരു അഭിനന്ദനമാണ് കർത്താവിൻ്റെ സഭയ്ക്ക് ലഭിക്കേണ്ടത്. എഫേസോസ് സഭയിൽ ദീർഘകാലം പാർത്തുകൊണ്ടിരുന്ന യോഹന്നാൻ വളരെ നന്നായിട്ട് ആ പട്ടണത്തെ പറ്റി അറിയാം. ആ പട്ടണത്തിൻ്റെ ആ മെട്രോ സ്വാധീനങ്ങളിൽ നിന്നും, മെട്രോ നഗരത്തിൻ്റെ എല്ലാ പകിട്ടിൽ നിന്നും സാധാരണ രീതിയിൽ ഈ അപ്പോസ്തല വര്യൻ പോലും ഇതര സഭകളെ സന്ദർശിക്കുന്ന ഒരു റൂട്ട് മാപ്പ് ആയിരിക്കണം സ്മിർന, സർദീസ്, പെർഗമോസ് എന്നീ ഓർഡറിലേക്ക് വന്നിരിക്കുന്നത്. എഫേസോസിൽ നിന്നും ഏതാണ്ട് 30 മൈലുകൾ വടക്കോട്ട് പ്രയാണം ചെയ്താൽ എത്തിച്ചേരാവുന്ന വശ്യമനോഹരമായ പട്ടണമാണ് ഈ സ്മിർന എന്ന സ്ഥലം. ഇത് എഫേസോസിന് കിടപിടിക്കാവുന്ന ഒരു മെട്രോ നഗരമൊന്നുമല്ല, പക്ഷേ വശ്യമനോഹരമാണ്. പുരാതന ഏഷ്യ മൈനറിലെ ഏറ്റവും സുന്ദരമായ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു സ്മിർന എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമക്കാരുടെ പ്രത്യേക പദവികൾ ലഭിക്കപ്പെട്ടിരുന്ന, ആദരവ്, പ്രശംസ പിടിച്ചു പറ്റിയിരുന്ന പട്ടണം കൂടിയായിരുന്നു സ്മിർന പട്ടണം. അവിടെ മനോഹാരിതയുണ്ട്, ഏറെ സസ്യലതാദികളുണ്ട്, ഏറെ സമ്പുഷ്ടമാണ് പട്ടണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ വീഞ്ഞായിരുന്നു. വീഞ്ഞ് ധാരാളമായി ഉണ്ടാക്കുകയും കയറ്റി അയക്കുകയും ചെയ്തിരുന്നു സ്മിർനക്കാർ. അതുകൊണ്ട് തന്നെ അതിനേറെ വാണിജ്യ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്മിർനയിലെ മുന്തിരിത്തോട്ടങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ആണ്ടിൽ 2 വട്ടം കായ്ക്കുന്ന മുന്തിരി തോട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ആ പട്ടണത്തിൻ്റെ ദേവനായ ഡൈനീഷ്യസിൻ്റെ ദാനമായിരുന്നു എന്നാണ് പട്ടണ നിവാസികൾ അറിഞ്ഞിരുന്നത്. എഫേസ്യർക്ക് അർത്തമീസ് എങ്ങനെയാണോ അവണ്ണം തന്നെ
സ്മിർന്നക്കാര് ഏറെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന മൂർത്തിയായിരുന്നു ഡയനീഷ്യസ് ദേവൻ. ഡയനീഷ്യസ് ദേവനാണ് ഐശ്വര്യത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ദാതാവ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ സന്തുഷ്ടിയുടെയും സഹനത്തിൻ്റെയും കരുതലിൻ്റെയും ദേവനും ദുഃഖത്തിൻ്റെ ദാതാവും ഡയനീഷ്യസ് തന്നെയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ പട്ടണത്തിൽ ഡയനീഷ്യസ് ദേവൻ്റെ അതിശക്തമായിട്ടുള്ള സ്വാധീനം അവിടുത്തെ നിവാസികളിൽ നിറഞ്ഞിരുന്നു. ഡയനീഷ്യസിനെ പറ്റി വിശ്വവിഖ്യാതമാക്കുന്ന രേഖകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് മരിച്ചവനായിരുന്നു, എന്നാൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഡയനീഷ്യസ് ദേവൻ്റെ നാമത്തിൽ എന്നുള്ള അഭിസംബോധനയാണ്. ഡയനീഷ്യസ് ദേവൻ്റെ മരണവും ഉയർപ്പും അനുസ്മരിപ്പിക്കുന്ന ഒരു പെരുന്നാൾ, ഒരു പ്രത്യേക ആഘോഷം ആണ്ടിലൊരിക്കൽ നടത്തപ്പെട്ടിരുന്നു. ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക തരത്തിലുള്ള കിരീടം കൊടുക്കാറുണ്ടായിരുന്നു. ആ കിരീടം കൊടുക്കുമ്പോൾ അവരിങ്ങനെയാണ് കമൻ്റ് ചെയ്തിരുന്നത്: ഇത് ഡയനീഷ്യസിനാൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ജീവകിരീടമെന്ന. ജീവകിരീടം നോക്കുക, വെറും മിഥ്യയായിരുന്നുവെങ്കിൽ പോലും ആ പട്ടണ നിവാസികൾ ഇത്തരം ആഘോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തിപ്പോന്നിരുന്നു. തീർന്നില്ല, ഡയനീഷ്യസ് ദേവൻ്റെ വിശ്വവിഖ്യാതമായിരിക്കുന്ന ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ അവരോരോരുത്തരും റിട്ടയർ ചെയ്യുന്ന കാലത്ത് അവർക്ക് അവരുടെ ശിരസിൽ അണിയാൻ വേണ്ടി ഒരു കിരീടം കൊടുക്കും. അതിനെയും വിളിച്ചിരുന്നത് ജീവകിരീടമെന്നാണ്. മറ്റൊരു സൂചന, ഇങ്ങനെ റിട്ടയർ ചെയ്യുന്ന പുരോഹിതന്മാരുടെ മരണത്തിന് ശേഷം ഭൗതിക ശരീരം ആ പട്ടണത്തെ പ്രദക്ഷിണം ചെയ്താണ് ശവസംസ്കാരത്തിനായി കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ശവശരീരത്തിൽ ഈ പ്രത്യുത പരേതൻ്റെ ശിരസിന് മുകളിലായി ഒരു കിരീടം വയ്ക്കും. മരണത്തിനപ്പുറത്ത് ഡയനീഷ്യസ് ദേവനാൽ നൽകപ്പെടുന്ന ജീവകിരീടമെന്നായിരുന്നു ധാരണ. അത് പിൽക്കാലത്ത് ക്രൈസ്തവ മൂല്യം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നും ഇന്നും ചില നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ മരിക്കുന്ന ആളുടെ ശിരസിൽ ജീവകിരീടം എന്നുള്ള വ്യാജേന കൊടുക്കുന്ന കാര്യമുണ്ട്. വന്നതിൻ്റെ വഴി മറക്കരുത്. സ്മിർനയിലെ പാഗൺ വർഷിപ്പ് കേന്ദ്രത്തിൽ നിന്നുമാണ് ഇവയെല്ലാം വന്നത് എന്ന് മറക്കാൻ പാടില്ല. യാഥാർത്ഥ്യം ഇതൊക്കെ ആയിരിക്കുമ്പോൾ അത് തികച്ചും മിഥ്യയാണെന്നുള്ള വെളിപ്പെടുത്തൽ ആ പട്ടണത്തിലെ ആചാരങ്ങളെ കണ്ട് മനസ്സിലാക്കിയ അപ്പോസ്തല വര്യന് മനസ്സിലാക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിലുണ്ട്. കർത്താവ് ഇത് തന്നെ സ്മിർന നഗരത്തിലുള്ള ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ആത്മീയ ദൂതിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ നിനക്ക് ജീവകിരീടം തരും. അത് കേവലം ഒരു മിഥ്യാധാരണയല്ല. യോഹന്നാന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതാണ്. യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നതിന് നേർ സാക്ഷിയായിരുന്നു ഈ യോഹന്നാൻ എന്ന മനുഷ്യൻ. കുരിശിൽ യേശുവിൻ്റെ വിഖ്യാതമായ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: മകനെ, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യേശു തൻ്റെ മാതാവായിരുന്ന മറിയയെയാണ് യോഹന്നാന് കാട്ടിക്കൊടുത്തത്. അന്നു മുതൽ അവൻ അവളെ കൈക്കൊണ്ടുവന്നും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം നേരെ നേരെ കണ്ട വ്യക്തിയാണ് യോഹന്നാൻ. തീർന്നില്ല, ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആഴ്ചപ്പെട്ടതിൻ്റെ 1-ാം നാളിൽ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതായ ചില സ്ത്രീകൾ യേശുവിൻ്റെ ശവശരീരത്തിൽ സുഗന്ധ ലേപനങ്ങൾ പൂശുവാൻ ചെന്നു. യേശുവിനെ കണ്ടില്ല. ഉടനെ അവർ വന്ന് ശീമോൻ പത്രോസിനോടും യോഹന്നാനോടും വിവരം അറിയിക്കുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ക്രിസ്തുനാഥനെ കണ്ടില്ല. പിന്നീട് 40 ദിവസങ്ങളോളം പല തവണ കടൽ തീരത്തും അടച്ച മുറിയിലും ഒലീവ് മലയിലും തുറസായ സ്ഥലങ്ങളിലും ഉപദേശങ്ങളുമായി ഇതാ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് തെളിയിച്ചു കൊടുത്ത അരിമനാഥനെ ഡയനീഷ്യസ് ദേവന്റെ കേവല സ്വാധീനവും അബദ്ധ ജടിലങ്ങളാകുന്ന വെറും മിസ്റ്റിക്കലായിട്ടുള്ള ചിന്താഗതികളും നിറഞ്ഞിരിക്കുന്ന ആ പട്ടണത്തിൽ അതിനപ്പുറത്ത് ജീവിക്കുന്നവനായ യേശുനാഥൻ ഉണ്ടെന്ന് സമർത്ഥിക്കുവാനാണ് യോഹന്നാൻ ഈ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് കർത്താവിൻ്റെ ആലോചന ഏറ്റുപ്രാപിക്കുന്നത്. മരിക്കുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന അവനിൽ നിന്നും എന്നുള്ള ഒരു ശൈലി പ്രയോഗം സ്മിർനക്കാരുടെ ഇടയിൽ നിലവിൽ നിന്ന ഒരു പ്രയോഗമായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ അതിൻ്റെ മിഥ്യാത്വം, അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് തനിക്ക് മുമ്പിൽ മരണത്തിന് അതീതനായ പത്മോസ് ദ്വീപിൽ പ്രത്യക്ഷപ്പെട്ട് കൈകാലികളെ കാണിച്ചുകൊണ്ട് അരുളി ചെയ്യുന്ന ഇതാ ഞാൻ മരിച്ചവനായിരുന്നു,
എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഉദ്ധരണികളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ജീവകിരീടം തരാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ കണ്ടറിഞ്ഞ യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. തെറ്റിദ്ധാരണകൾക്ക്, അബദ്ധങ്ങൾക്ക് താങ്കളെ ഒരു കെട്ടുകഥയിൽ ഉടക്കിയിടുവാൻ സാധിക്കുമായിരിക്കും. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. സ്മിർന പട്ടണത്തിന് ഏറെ പ്രത്യേകതകളുണ്ടായിരുന്നു. വശ്യമനോഹരമായിരുന്നു. അതിൻ്റെ വശ്യമായ സൗന്ദര്യം ഡയനീഷ്യസിൻ്റെ ദാനമെന്ന് ആ പട്ടണ നിവാസികൾ പറഞ്ഞിരുന്നു, ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. റോമാക്കാരാവട്ടെ ഒരുപാട് പദവികൾ നൽകിയിരുന്ന പട്ടണമായിരുന്നു. അക്കാലത്ത് തിബരിയാസ് കൈസർ തൻ്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തിബരിയാസിൻ്റെ പേരിൽ പണിയപ്പെടേണ്ട ക്ഷേത്രം ഏത് പട്ടണത്തിൽ വേണമെന്ന് ചിന്തിക്കുവാൻ ഒരു വലിയ മത്സരം തന്നെ നടക്കേണ്ടി വന്നു. ഏതാണ്ട് 11 നഗരങ്ങളാണ് അതിനുവേണ്ടി മത്സരിച്ചത്. അതിൽ യോഗ്യത നേടിയത് തിബരിയാസ് കൈസറുടെ പേരിലുള്ള ക്ഷേത്രം പണിയപ്പെട്ടത് യഥാർത്ഥത്തിൽ സ്മിർനയിലായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എത്ര മനോഹരമായിരുന്നു ആ പട്ടണത്തിൻ്റെ, ആ നഗരത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത്. ഏറ്റവും മനോഹരമായിരുന്നെങ്കിലും ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ളവ ഏറെ താറുമാറാക്കപ്പെട്ടിരുന്നത് കൊണ്ട് മഴക്കാലത്ത് നഗരം കുത്തിയൊലിക്കുന്ന മാലിന്യ ചാലായിട്ട് മാറിയിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വശ്യമനോഹരമാണെങ്കിലും അതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നതിൽ വളരെ ശുഷ്കാന്തി ഇല്ലാത്തവരായിരുന്നു, തലതിരിഞ്ഞ ബോധത്തിലുള്ളവരായിരുന്നു പട്ടണത്തെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് അർത്ഥമാക്കുന്നു. അപ്പോസ്തലിക കാലം മുതൽക്ക് തന്നെ ശക്തമായ ഒരു ക്രൈസ്തവ സാന്നിധ്യവും ക്രൈസ്തവ സഭയും അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും വിശ്വാസത്തിൽ നിന്നും പതർച്ചയില്ലാത്ത, ഒരിക്കലും വിശ്വാസം വിട്ട് ഓടിപ്പോവാത്ത, വളരെ ഉറപ്പോടെ കർത്താവിന് വേണ്ടി നിന്ന സ്തുത്യർഹമായ ഒരു സഭയായിരുന്നു സ്മിർനയിലെ സഭ. കർത്താവിൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് തർജ്ജനങ്ങളില്ലാത്ത 2 സഭകളെ ഈ 7 സഭകളുടെ കൂട്ടത്തിൽ വരുന്നുള്ളൂ. അതിലൊന്ന് സ്മിർനയാണ്, മറ്റൊന്ന് ഫിലദൽഫിയ. കുറ്റം പറയാനില്ല, പ്രശംസിക്കാൻ ഏറെയുണ്ട് താനും. ഏറെ സഹിക്കുന്നവർ, ഏറെ കഷ്ടമനുഭവിക്കുന്നവർ, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന സഭയുടെ കാലഘട്ടത്തെയാണ് ഇത് നമുക്ക് കാട്ടിത്തരുന്നത്. അക്കാലത്തെ ഏതൊരു മേത്തന പട്ടണങ്ങളിലെയും പോലെ തന്നെ സമ്പത്തിൻ്റെ ഔന്നത്യവും ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടും കണ്ട ഒരു കൂട്ടം ആളുകളായിരുന്നു സ്മിർനയിലെ ക്രൈസ്തവ വിശ്വാസികൾ. അവരുടെ കഷ്ടവും ദാരിദ്ര്യവും അറിയുന്നുവെന്ന് ഇവിടെ കർത്താവ് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്. മിക്കപ്പോഴും അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും അതികഠിനമായിട്ടുള്ള പീഡനങ്ങളിലേക്ക് വഴിവെച്ചു. അന്നും ഇന്നും എല്ലാ കാലത്തും പ്രസക്തമായത് സമൂഹത്തിൽ സ്വന്തം പണം കൊണ്ട്, സ്വന്തം സ്ഥാനം കൊണ്ട്, സ്വാധീനം കൊണ്ട് നിലനിൽപ്പില്ലാത്തവരെ മറ്റുള്ളവർ വേട്ടയാടുന്നത് ഒരു പൊതു കാഴ്ചയാണ്. ഇതുതന്നെയായിരുന്നു സ്മിർനയിലെ സഭയ്ക്കും അനുഭവിക്കേണ്ടി വന്നിരുന്ന അനുഭവേദ്യമായിരിക്കുന്ന കാര്യം. പലപ്പോഴും ഇല്ലായ്മ നിമിത്തം മറ്റുള്ളവരാൽ പുച്ഛിക്കപ്പെട്ടും മറ്റുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരർത്ഥത്തിൽ പീഡനങ്ങളിലേക്കും സഭ അതികഠിനമായ അവസ്ഥയിലൂടെ കടന്നുപോയി. ആ നാളുകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇനി 10 ദിവസത്തേക്ക് നിങ്ങൾ ചിലരെ സാത്താൻ തടവിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സഭയുടെ പീഡകർ പൊതുവെ യഹൂദന്മാരാണ്. യഥാർത്ഥത്തിൽ ഒരു യഹൂദൻ്റെ ദൃശ്യം മുഴുവനും, ദർശനം മുഴുവനും മിശിഹിക സാമ്രാജ്യമാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട യഹൂദനെ അല്ല യേശുക്രിസ്തു. നഥനയേൽ എന്ന മനുഷ്യൻ തൻ്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് സാക്ഷാൽ ഇസ്രായേലിൻ. സാക്ഷാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ചിന്ത മശിഹയുടെ വരവാണ്, ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനമാണ്. എന്നാൽ ഈ യഹൂദന്മാർക്ക്, സ്മിർന പട്ടണ നിവാസികൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സഭ ഏറെയും കഷ്ടതയും യാതനയും അനുഭവിക്കേണ്ടി വന്നത്, എതിർപ്പ് അനുഭവിക്കേണ്ടി വന്നത് യാഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാരാലായിരുന്നു. AD 155 സ്മിർന സഭയുടെ ബിഷപ്പായിരുന്ന പോളികാർപ്പിൻ്റെ രക്തസാക്ഷിത്വം സംഭവിക്കുന്നു. 86 വയസ്സുള്ള ആ മനുഷ്യനെ പൊതു സ്റ്റേഡിയത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വന്ന് തീക്ക് ഇരയാക്കുകയായിരുന്നു. അവിടെ കൂടി വന്നവരിൽ ഒരു വലിയ കൂട്ടം യഹൂദന്മാരുണ്ടായിരുന്നുവെന്നും അവര് പോളികാർപ്പിനെ ചുട്ടരിക്കാൻ ആവശ്യമായ മരമുട്ടി കഷണങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതു വിധത്തിലും യേശുക്രിസ്തുവിൻ്റെ പിറകെ ഇറങ്ങിത്തിരിച്ച ആളുകളെ പീഡിപ്പിക്കുവാൻ അതേ യഹൂദ സമുദായം തന്നെ മുൻകൈ എടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പക്ഷേ ആ വന്നി വയോധികൻ പറയുകയാ, സ്മിർന പട്ടണത്തിൽ ഐ എം എ ക്രിസ്ത്യൻ, ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് ഐ വുഡ് ലിവ്
എന്നുള്ളത് ധീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു ക്രിസ്ത്യാനിയായിട്ട് സ്മിർന്ന നഗരത്തിൽ ജീവിക്കുന്നത്തോളം വലിയ കാര്യമില്ലെന്നാണ് അദ്ദേഹം തൻ്റെ ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തി പറയുന്നത്. എന്നാൽ ആ വലിയ പട്ടണത്തിൻ്റെ നടുവിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അങ്കലാപ്പുളവാക്കുന്ന, ഏറ്റവും പുച്ഛിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഓർക്കുക, അങ്ങനെ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, സഹിക്കാനുള്ളത് ഓർത്ത് ഭയപ്പെടേണ്ട. ഒരു 10 ദിവസത്തേക്ക് എന്നുള്ള സൂചന നമുക്ക് നൽകുന്നത് ഒരു ചെറിയ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. വേദപുസ്തകപരമായി നോക്കിയാൽ റിബേക്കയുടെ അടുക്കിലേക്ക് കടന്നു പോകുന്ന എലയാസർ അവളെ കണ്ടെത്തിയതിനു ശേഷം അവളുടെ മാതാപിതാക്കളുടെ ഒപ്പം വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ അമ്മ എലയാസറോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ബാല ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ, ഒരല്പകാലം നിൽക്കട്ടെ എന്ന് മാത്രമുള്ള സൂചനയാണ് നൽകുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാവിൻ്റെ രാജകീയ ഭോജനം കൊണ്ട് തങ്ങളെ തന്നെ മലിനമാക്കത്തില്ല എന്ന് തീരുമാനിച്ച യഹൂദ ബാലന്മാർ പറയുന്നുണ്ട്, യജമാനനെ ഒരു 10 ദിവസം ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും വെള്ളവും തന്നാട്ടെ, എന്നിട്ട് ഞങ്ങളെ നോക്കുക. അവരെ സമ്മതിച്ചു. 10 ദിവസത്തിന് ശേഷം ആ യഹൂദ ബാലന്മാരെ രാജകീയ ഭോജനം കഴിച്ചവരുമായി താരതമ്യം ചെയ്തപ്പോൾ ഏറെ അഴകും സൗന്ദര്യവും ആരോഗ്യമുള്ളവരെന്ന് കണ്ടു. ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രം പറയുകയാണ്. ഇവിടെ കർത്താവ് അത് തന്നെ ആവർത്തിക്കുകയാണ്. അല്പകാലത്തേക്ക്, നൊടി നേരത്തേക്ക് നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്ക് ചില ട്രയലുകൾ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ കടന്നു വരാൻ പോകുന്നു. സാത്താൻ ചിലരെ പിടിച്ച് തടവിലാക്കാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടിയിട്ട് തടവറയിലാക്കപ്പെട്ടാലും, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും, പരീക്ഷിക്കപ്പെട്ടാലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, അതിനിടയിൽ മരണം തന്നെ വന്നുകൂടിയാലും തളർന്നു പോകരുത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. തികച്ചും ഇൻഡിവിജ്വലായിട്ട് സ്മിർന്ന സഭയിലെ ഓരോ ക്രൈസ്തവ ഭക്തനുമുള്ള ആത്മീയ ആലോചനയായിട്ട്, കഷ്ടപ്പെടുന്ന സഹനത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയ്ക്ക് ഓരോ വ്യക്തികൾക്കും നൽകുന്ന ആത്മീയ സന്ദേശമായിട്ട് ഇതിനെ നാം പരിഗണിക്കേണ്ടതുണ്ട്. സഹിപ്പാനുള്ളതോർത്ത് വിഷമിക്കേണ്ട. അല്പകാലത്തേക്ക്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി തേജസ്സിന്റെ വലിയ ഘനം വരുത്തുവാനിടയായി തീർന്ന് പൗലോസ്ലീഹ പറയുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ഈവൻ അൺടു ഡെത്ത്, then I'll give you the crown of life. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. സാത്താൻ ഒരു പരീക്ഷ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ അതിലൂടെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ഫ്രം ഡെവിൾസ് സൈഡ് ട്രയൽ മീൻസ് ടു ഫെയിൽ യു, ബട്ട് ഫ്രം ഗോഡ്സ് സൈഡ് ട്രയൽ മീൻസ് എ പ്രൊബേഷൻ. ദൈവത്തിൻ്റെ ദൃഷ്ടികോണിലൂടെ നോക്കിയാൽ പരീക്ഷ നിന്നെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്ന, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇടനാഴി മാത്രമാണ്. പ്രിയ സഹോദര, വാത്സല്യമുള്ള മിത്രമേ, പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം മറക്കാൻ പാടില്ല. മിഥ്യാമൂർത്തികളും കെട്ടുകഥകളും ഈ ലോകത്തിൻ്റെ പിളപ്പും നമ്മുടെ ചുറ്റും നിലനിൽക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ അവന് മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം മറന്ന് ജീവിക്കാവുന്നതല്ല. എന്ത് സഹിക്കേണ്ടി വന്നാലും വിശ്വസ്തയോടെ ഇതപര്യന്തം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മളെ എടുത്തുകൊള്ളും. ഇന്ന് അനുഭവിക്കുന്ന ആ വേദന, ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒറ്റപ്പെടുത്തൽ, തളർന്നു പോവരുത്. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഞാൻ അത് നിങ്ങൾക്കായി ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലത്തിൽ കൊണ്ടുപോകും. അതെ, വാസസ്ഥലത്ത് എത്തിക്കുമ്പോൾ ഒരു അനുമോദനം കൂടെ. എന്തൊക്കെ സഹിച്ചോ അതിന് തക്കതായിട്ട് ഒരു ജീവൻ്റെ കിരീടം, ഒരിക്കലും നമ്മിൽ നിന്നും ആർക്കും തട്ടിയെടുക്കുവാനാവാത്ത ആ ജീവൻ്റെ സന്തുഷ്ടി, ആ നിത്യമായ പ്രത്യാശയുടെ മകുടം നമുക്ക് അണിയിച്ചു തരുവാൻ ലോകൈകനാഥനായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ എന്നും വാസം ചെയ്യട്ടെ. സഹിക്കാനുള്ളതിനെപ്പറ്റി പേടിക്കണ്ട. നിങ്ങൾ ചിലരെ പരീക്ഷിക്കുന്നു, നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസത്തേക്ക്
നിങ്ങളെ തടവിലാക്കും. എന്നാൽ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഞാൻ നിങ്ങൾക്ക് ജീവകിരീടം തരും. ഇത് പറയുമ്പോൾ എന്താണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതത്തിൽ മരണം ഉൾപ്പെട്ടാൽ പോലും തള്ളിപ്പറയാതെ വണ്ണം വിശ്വസ്തനായി നിൽക്കുക. സ്മിർനയിലെ ശ്രേഷ്ഠനായ ബിഷപ്പ് പോളികാർപ്പ് ചെയ്തതുപോലെ, ഐ എം എ ക്രിസ്ത്യൻ. എങ്ങനെ 86 വർഷങ്ങൾ എന്നെ സ്നേഹിച്ച് നന്നായി നടത്തിയ, എനിക്ക് തിന്മയൊന്നും ചെയ്യാത്ത എൻ്റെ യേശുനാഥനെ തള്ളിപ്പറയും എന്ന് ധീരമായി ചോദിച്ച ആ രക്തസാക്ഷിയുടെ ആ ചിന്ത ഉൾക്കൊണ്ടിരുന്ന സഭയിലെ വിശ്വാസികളോട്, സഭയിലെ തൻ്റെ വിശുദ്ധന്മാരോട് ക്രിസ്തുനാഥന് പറയാനുള്ളതും അതാ, ബി ഫെയ്ത്ത്ഫുൾ ഈവൻ അൺടു ഡെത്ത്. എല്ലാ പ്രതികൂലങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും നടുവിൽ സ്നേഹം ധ്വനിക്കുന്ന, പ്രോത്സാഹനം നൽകുന്ന, ആനന്ദവും സന്തോഷവും പകരുന്ന വാക്കുകളുമായിട്ട് ഉടയവൻ, ഈ തോട്ടത്തിൻ്റെ ഉടയവൻ, ഈ സഭയുടെ ഉടയവൻ, ഈ തോട്ടത്തെ നന്നായി പരീക്ഷിക്കുന്നവൻ, ഈ തോട്ടത്തെ നന്നായി നിയന്ത്രിക്കാൻ കരുത്തുള്ളവൻ, ഈ സഭയെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശക്തനായവൻ, സഭയുടെ അവസ്ഥ ധാർമ്മികവും മാനസികവും ആത്മീയവും ഭൗമികവുമായ തലങ്ങളിൽ നന്നായി നിരീക്ഷിച്ചറിയുന്നവൻ, എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാലും എന്തെല്ലാം നഷ്ടമെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ സഭ സമ്പന്നമാണെന്ന് അഭിപ്രായപ്പെടുന്ന, അഭിനന്ദിക്കുന്ന സഭയുടെ ഉടമസ്ഥൻ ആ നിലവിളക്കുടെ നടുവിലൂടെ നടക്കുകയാണ്. കർത്താവിൻ്റെ സഭയെ നയിക്കുവാൻ വിശ്വസനായിരുന്നുള്ളൂ. ജീവികിരീടം തരാമെന്ന് പുഞ്ചിരി തൂവുന്ന മുഖവുമായി തന്നെ സ്നേഹിക്കുന്നവരെ കാണുവാൻ വെമ്പൽ കൊള്ളുന്ന അരുമനാഥൻ, ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ എന്നേക്കും കാക്കും.